രണ്ട് അതിഥികളുടെ വിശേഷത്തിലേക്കാണ്. ഈ അതിഥികൾ വന്നത്, ഒരാൾ വന്നത് വിമാനത്തിലാണ്. ആ അതിഥിയെ പക്ഷേ ആ വിമാനത്തിലുള്ളവരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് കൈകാര്യം ചെയ്തത്. ആ ദൃശ്യങ്ങളൊന്ന് കാണുക. ഇനി മറ്റൊരു അതിഥിയെ കൂടി കാണാം. ആ അതിഥി എത്തിയത് ഒരു വീട്ടിലാണ്. ആ വീട്ടിലെത്തിയ അതിഥിയോട് വളരെ ഭവ്യതയോടെ, മര്യാദയോടെ വീട്ടുടമ പറയുകയാണ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് എന്ന നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തമാശ സംഭാഷണം അദ്ദേഹം പറയുകയാണ്. ആ കരടിയാകട്ടെ വളരെ അനുസരണയുള്ള കരടിയാണ്. അതൊക്കെ കേട്ട് പുള്ളി അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. Hello. Are you nice? You're in my house. Get out of my house. Mr. Bear. Mr. Bear. Get out of my house. Get out. I'm warning you. Get out of my house. Bear. 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 Be nice. You're licking your lips. You're not moving. I got a direct path to my front door. ശരി, എന്തായാലും ഈ വിമാനത്തിലെ പൂച്ച അതിഥിയും വീട്ടിലെ കരടി അതിഥിയും രണ്ടും അമേരിക്കയിലാണ്. അപ്പോൾ അഭിരാമി നമ്മളോട് പറയാം. അഭിരാമി, നമ്മളെങ്ങാനും ആണെങ്കിൽ ഇവിടെ വിമാനമല്ല, അല്ലാതെ ഒരു ബസ്സിലെങ്ങാനും തന്നെ എന്തെങ്കിലും ജീവി വന്നാൽ പിന്നെ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കിയല്ലേ ആകെ തവിടുപൊടിയാക്കുന്ന ഇതാണ്. അത് വളരെ സ്നേഹത്തോടെ അവർ അതിനെ കൈകാര്യം ചെയ്യുന്നു. വീട്ടിലെത്തിയ കരടിയോട് പറയുന്ന ആ കരടിയും എത്ര ഒരു മര്യാദക്കാരനാണെന്ന്, വളരെ അല്ലേ, ഒരു അക്രമത്തിനും മുതിരുന്നില്ല, കൂളായിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിളക്കം? ദിവിഷ്, ഈ ഒരു അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി പോകുന്ന രണ്ട് വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ലാലേട്ടൻ ദൃശ്യത്തിൽ പറയും പോലെ അപ്രതീക്ഷിതമായി എത്തിയ അതിഥി, ആ രണ്ട് അതിഥികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ ആദ്യത്തെ വീഡിയോ, ആ പൂച്ചയുടെ വീഡിയോ ആണെങ്കിൽ, ഇത് രണ്ടും നടക്കുന്ന അമേരിക്കയിലാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ, ആ പൂച്ചയുടെ വീഡിയോ, ആ പൂച്ച വിമാനത്തിൽ എത്തിപ്പെട്ടതാണ്. അതിനി ആ പൂച്ച അതിക്രമിച്ച് കയറിയതാണോ, ആരെങ്കിലും കൊണ്ടുവന്നതോ ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ആ പൂച്ച, സാധാരണ നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കയറുകയാണെങ്കിൽ, നിസ്സാരം നമ്മളൊരു ബസ്സിൽ കയറി അവിടെ ആരെങ്കിലും ഒരു പൂച്ചയോ പട്ടിയോ എന്തെങ്കിലും ഒരു വളർത്തുമൃഗത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ പല ആൾക്കാർക്കും അത്, എല്ലാവർക്കും ഒരുപോലെ അത് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഈ വിമാനത്തിൽ, പ്രത്യേകിച്ചും ഇത്രയും സുരക്ഷയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു പൂച്ച എത്തിയപ്പോൾ അവിടുത്തെ യാത്രക്കാരെല്ലാം അതിനെ വളരെ സ്നേഹത്തോടെ, വളരെ വാത്സല്യത്തോടെ അതിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. വിമാനത്തിലെ തന്നെ യാത്രക്കാരനായിട്ടുള്ള ജെയ്സൺ പിറ്റ് എന്ന് പറയുന്ന ആളാണ് ഈ വീഡിയോ പകർത്തിയതും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹം പറയുന്നുണ്ട്, ആൾ വളരെ കാര്യമായിട്ട് അവിടെയൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ട്, എല്ലാ യാത്രക്കാരും ആ പൂച്ചക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് ആരോ വളർത്തുന്ന പൂച്ച തന്നെ ആയിരിക്കണം, കാരണം അതിൻ്റെ കഴുത്തിലൊരു ടാഗൊക്കെ നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം. അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു കാര്യമായിട്ട്, അതിൻ്റെ ഉടമ അവിടെ എവിടെയോ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്ര കാര്യമായിട്ട് ആളവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അതാണ് ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വൈറ്റ് മാൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് ഈ കരടി എത്തിയത്. കരടി അപ്രതീക്ഷിതമായി, ആ പരിസരത്തൊക്കെ കരടികൾ ഇറങ്ങാറുള്ളൊരു സ്ഥലമാണ്, എന്നാലും അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിനുള്ളിലേക്ക് ഈ കരടി എത്തിപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് നിസ്സാരം ഒരു പാമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ജീവി എത്തിയാൽ തന്നെ നമ്മൾ കാറി കൂറി ബഹളം വെച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കും. ആ ബഹളം കേട്ട് തന്നെ ആ ജീവികൾ ഇറങ്ങി ഓടുന്നൊരു സ്ഥിതി ഉണ്ടാവും. പക്ഷേ ഇവിടെ അദ്ദേഹം വളരെ പൊളൈറ്റായിട്ട് ആ കരടിയോട് പറയുകയാണ്, അതെ, ഒന്ന് ഇറങ്ങിപ്പോണം, ഇതെൻ്റെ വീടാണ്, പ്ലീസ് ഒന്ന് ഇറങ്ങിപ്പോണം എന്ന് പറയുന്നു. ആ കരടി, അതിലും മര്യാദക്കാരനായ കരടി, അത് കേൾക്കേണ്ട താമസം ആ കരടി അപ്പോഴേ ഇറങ്ങിപ്പോയി. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും അത്രയും കൗതുകമാണ്. പിന്നെ ഈ വൈറ്റ് മാൻ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്താണ് ആ സമയത്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കൂടി കഴിയുന്നില്ല, ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. ഒരുപാട് പേടിച്ചിട്ടുണ്ട് ആ സമയത്ത്, പക്ഷെ ആ സമയത്ത് വന്നു പോയതാണിതെന്നാണ് വൈറ്റ് മാൻ പറയുന്നത്. അതെ അതെ, ശബ്ദമുയർത്തി ഇനി കരടി അക്രമാസക്തരാകേണ്ടത് കരുതി കാണാം. എന്തായാലും ഇത്രയും പൂച്ച കയറിയതിനെ കുറിച്ച് ആ യാത്രക്കാരൻ പറഞ്ഞ്, ഈ 10-30,000 അടി മുകളിലുള്ള യാത്രയിൽ ഒരു പൂച്ച നമുക്ക് ആ ഒരു സാധാരണ യാത്രയെ ഒരു അവിസ്മരണീയ യാത്രയാക്കി മാറ്റിയെന്നതാണ്. അപ്പോൾ ഒരു സ്നേഹക്കാഴ്ച പ്രേക്ഷകരുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ശരി അഭിരാമി.